ധർമ്മസ്ഥല സംഭവത്തിൽ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി ബി.ജെ.പി. സംസ്ഥാന ഘടകം രംഗത്തെത്തി. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ ബി.ജെ.പി. കർണാടക അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്ര സന്ദർശിച്ചു. സൗജന്യ കേസിൽ പുനരന്വേഷണത്തിനായി നിയമസഹായം നൽകുമെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൗജന്യ കൊല്ലപ്പെട്ട് 13 വർഷത്തിന് ശേഷം ബി.ജെ.പിയുടെ ഈ നീക്കം കർണാടകത്തിൽ കെ.വി. ബൈജു ചേരുകയാണ്. ബൈജു, ആദ്യം ഈ ബി.ജെ.പി. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് നൽകിയ പിന്തുണ, സൗജന്യയുടെ കുടുംബത്തെ സന്ദർശിച്ചത്, ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണല്ലോ. ഇതിൽ ഈ നിലപാട് മാറ്റത്തിന് കാരണം എന്താണ്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വഴിത്തിരിവ്, നേരത്തെ ഈ സാക്ഷി പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വഴിത്തിരിവ്, ഇതെല്ലാമാണോ ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ? തീർച്ചയായും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 13 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി ബി.ജെ.പി. രംഗത്ത് വരുന്നതെന്നാണ് ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി.ജെ.പി. വലിയ തോതിൽ ആക്ഷൻ കമ്മിറ്റിയെ വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് നിയമസഭയിൽ ഉൾപ്പെടെ ബി.ജെ.പി. ഇത്തരത്തിൽ ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കൂട്ടർ വിദേശ ഫണ്ട് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്നൊക്കെയുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വലിയ രാഷ്ട്രീയ വഴിത്തിരിവായി ഇത്തരത്തിലൊരു സന്ദർശനം ഉണ്ടായത്. അതായത് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ വീട്ടിൽ നേരിട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, അതായത് യെദ്യൂരപ്പയുടെ മകനും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായ വിജയേന്ദ്ര, അദ്ദേഹത്തോടൊപ്പം ദക്ഷിണ കന്നഡ എം.പിയും ഉണ്ടായിരുന്നു. ഈ കുടുംബത്തെ സന്ദർശിക്കുകയും ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ സന്ദർശനം വഴിവെച്ചത്. കുടുംബം ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, 13 വർഷം നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും ഒടുവിലായി ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും അതോടൊപ്പം ഇതിലൊരു പുനരന്വേഷണം ഉണ്ടായാൽ സുപ്രീം കോടതിയിൽ ചിലവുകൾ ഉൾപ്പെടെ വഹിക്കാമെന്നും ഉറപ്പ് നൽകിയാണ് ഈ സംഘം ഇവിടുന്ന്. സൗജന്യയുടെ കുടുംബം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? സൗജന്യയുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്, ബൈജു? സൗജന്യയുടെ കുടുംബം ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇവരുടെ സന്ദർശന വേളയിൽ വീടിനകത്തു നിന്നുള്ള ആ സംസാരങ്ങളാണ് അതിൽ നമുക്ക് ലഭിച്ചത്. ഇവർ കൃത്യമായി ഇവരോട് പറയുന്നുണ്ട്, തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണം. ഈ സംഭവത്തിൽ ഒരാളെ പോലീസ് പ്രതി ചേർക്കുകയും പിന്നീട് അയാളെ സുപ്രീം കോടതി കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ നീതി വേണമെന്ന ഒരു ആവശ്യമാണ് ഈ അമ്മ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം ഈ വിട്ടല ഗൌഡ എന്ന് പറയുന്ന ഇവരുടെ സഹോദരനും ഉണ്ടായിരുന്നു ഈ സന്ദർശന സമയത്ത് തന്നെ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ബംഗളഗുഡ എന്ന് പറയുന്ന ഈ സ്ഥലത്തു നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് സൗജന്യയുടെ ഈ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതെന്നും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഇപ്പോൾ മുഴുവൻ എസ്ഐടിയുടെ നിരീക്ഷണത്തിലാണ്. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്, അത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഊർജ്ജം പകരുന്നതാണ്. കാരണം വലിയ തോതിൽ ആക്ഷൻ കമ്മിറ്റിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നത് ബി.ജെ.പി. ആണ്. ബി.ജെ.പിയും ഇപ്പോൾ ഈ കുടുംബത്തിന് പിന്തുണ നൽകുന്നു എന്നതാണ് ധർമ്മസ്ഥല കേസിലെ ഏറ്റവും വഴിത്തിരിവ്. ഇതിനിടയിൽ തന്നെയാണ് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മനാഫിന്റെ ചോദ്യം ചെയ്യൽ. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് മനാഫ് എസ്ഐടിക്ക് മുന്നിൽ ഹാജരായത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഈ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചിരുന്നു. വീണ്ടും രാവിലെ 9 മണി മുതൽ എസ്ഐടിക്ക് മുൻപിൽ ഇപ്പോൾ മനാഫ് ഹാജരായിട്ടുണ്ട്. ഏതായാലും തൃപ്തികരമാണ് ഈ ചോദ്യം ചെയ്യലെന്ന് മനാഫ് പറയുന്നുണ്ട്. സത്യം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മനാഫ് പറയുന്നുണ്ട്. മനാഫ് ഇതിനിടയിൽ ഒരു പ്രതികരണം നമുക്കും ലഭ്യമായിട്ടുണ്ട്. ഏതായാലും മനാഫിന്റെ ആ പ്രതികരണത്തിൽ പറയുന്നത്, ഇതിൽ എല്ലാ കാര്യങ്ങളും, ഇതുവരെയുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും എസ്ഐടിക്ക് മുൻപിൽ താൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, തന്റെ കയ്യിലുള്ള തെളിവുകളും അത് എസ്ഐടിക്ക് കൈമാറി എന്ന് പറയുന്നുണ്ട്. വളരെ ആരോഗ്യകരമായ ഒരു ചോദ്യം ചെയ്യലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരി, കെ.വി. ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും വഴിത്തിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനാഫിനെ ചോദ്യം ചെയ്യുകയാണ് എസ്ഐടി സംഘം.